ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. അവരുടെ മുഖം മാറിയത് കണ്ട് ആയുഷ് ഒന്ന് ശങ്കിച്ചു. എന്താ ഗൈസ്, എന്റെ പേരിന് എന്തെങ്കിലും പ്രോബ്ലം? ഹേയ്, നത്തിങ് മാൻ, കൂൾ, നൈസ് നെയിം. സിറ്റുവേഷൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ദേവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആവണിയെ നോക്കി. അത് മനസ്സിലാക്കി അവൾ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആവണി മൗനത്തിലായിരുന്നു. അതിന്റെ കാരണം അറിയുന്ന ദേവൻ അവളോട് അപ്പോൾ ഒന്നും ചോദിച്ചില്ല. ആവണിയെ തനിയെ വിട്ട് അവൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ അവൻ മനഃപൂർവ്വം ഉമയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ആയുഷ്മാൻ എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രനാളും ആ പ്രോബ്ലം അവന്റെ കൈക്കുള്ളിൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് അസ്വസ്ഥതയോടെയും ആധിയോടെയുമാണ് ദേവൻ അറിഞ്ഞത്. ആവണിയെ തടഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് വലിയൊരു അത്യാപത്തിൽ ചെന്ന് അവസാനിക്കും. അത് അവളെ മാത്രമല്ല, ഈ തറവാടിനെ പോലും ബാധിക്കും. എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ അവൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പെട്ടെന്ന് ആവണി വാതിൽ തള്ളി തുറന്ന് ദേവന്റെ ബെഡിൽ ചെന്നിരുന്നു. അവളുടെ മുഖത്ത് ഉത്സാഹമാണ് അവൻ പ്രതീക്ഷിച്ചതെങ്കിലും അവളിൽ കണ്ട അന്നുവരെ കാണാത്ത ഒരു ഗൗരവം കലർന്ന നിരാശ അവനെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അവളോട് പറയുന്ന ഓരോ വാക്കും, എന്തിന് മുഖത്തെ ഭാവം പോലും ശ്രദ്ധിക്കണമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. വാക്കുകൾ കൂടാതെ മുഖഭാവമോ ചലനങ്ങളോ ശ്രദ്ധിക്കാതെ തന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നവളാണ് ആവണിയെന്ന് അവൻ ഒരിക്കൽ കൂടി ഓർത്തു. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ലെന്നും അവൻ അറിയാമായിരുന്നു. തന്നോടുള്ള അന്ധമായ വിശ്വാസവും സ്നേഹവുമാണ് അതിന് കാരണം. അവൻ കുറ്റബോധത്തോടെ ഓർത്തു. ദേവൻ ബെഡിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾ ഇരു കൈകളും ബെഡിൽ ഊന്നി മുന്നോട്ട് ആഞ്ഞിരുന്ന് തലചരിച്ച് ദേവനെ നോക്കി. ആയുഷ്മാൻ അയാളല്ല. ദേവന്റെ വാക്കുകളിലെ ദൃഢത അവളിൽ സംശയമുണ്ടാക്കി. പിന്നെ ആരാ? അയാളല്ല എന്ന് എന്താ ഇത്ര ഉറപ്പ്? ദേവൻ ഒന്ന് ഞെട്ടി. ആദ്യമേ തന്നെ പിഴച്ചു ദേവൻ മനസ്സിൽ കരുതി. ഉറപ്പൊന്നുമില്ല. എങ്ങനെ അവനാവും? ഹീസ് നോട്ട് എ റൈറ്റർ. അത് മാത്രമല്ല, അവനാണ് ആയുഷ്മാൻ എങ്കിൽ ഇത്ര ധൈര്യമായി നിന്റെ മുന്നിൽ വരില്ല. ആണെങ്കിലോ എങ്ങനെ ആവാനാ? ആയുഷ്മാൻ അതൊരു ചാൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതെ, ഒരു ചാൻസ് ആണ്. ദേവൻ നെഗറ്റീവായി പറഞ്ഞതിന് അവൾ പോസിറ്റീവായൊരു അർത്ഥം നൽകി. ആയുഷ്മാൻ എന്ന മരീചികയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ വളവ് അവൾ തിരിയുകയായിരുന്നു. അവൾക്കൊപ്പം ദേവനും ഉമയുമായുള്ള വിവാഹം അടുത്ത ചിങ്ങത്തിൽ നടത്താൻ തറവാട്ടിൽ തീരുമാനമായി. രണ്ടുപേരുടെയും ജാതകങ്ങൾ നോക്കി പൊരുത്തം കണ്ടു. തറവാട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും ആവണി അതൊന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ സ്വഭാവം അറിയാവുന്ന ആരും അതത്ര ഗൗനിച്ചില്ല, ദേവനല്ലാതെ. ഉമയുടെ സന്തോഷം ആവണിയെയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. നിനക്കെന്താ ഈ കല്യാണത്തിന് താല്പര്യമില്ലേ? ഒരു കാര്യത്തിലും നിന്നെ കാണാറില്ലല്ലോ. ഉമയോട് വഴക്കിടാറുണ്ടെങ്കിലും നിനക്കവളെ ഇഷ്ടമാണെന്നാ ഞാൻ കരുതിയത്. ആവണിയുടെ നിസ്സംഗതയുടെ കാരണം അറിയാമായിരുന്നെങ്കിലും ദേവൻ ഒരിക്കൽ അവളോട് ചോദിച്ചു. കല്യാണത്തിന്റെ തിരക്കിൽ തള്ളിയിട്ട് അവളുടെ ഉത്സാഹം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ, കൂടെ ആയുഷ്മാനിൽ നിന്നും അകറ്റാനും. എന്താ ദേവേട്ട ഈ പറയണേ? എനിക്കെന്താ താല്പര്യക്കുറവ്? നിങ്ങളുടെ കല്യാണത്തിന് കാത്തിരിക്കുന്ന ആളല്ലേ ഞാനും. ഉമേച്ചിയോട് എനിക്ക് എന്ത് ഇഷ്ടക്കുറവാ? അവൾ നല്ല കുട്ടിയാ. ദേവേട്ടന്റെ ഭാഗ്യം തന്നെയാ. എല്ലാരും കൂടി നല്ലത് പറഞ്ഞ് അവൾക്ക് കണ്ണ് കിട്ടണ്ടെന്ന് കരുതിയല്ലേ ഞാൻ വഴക്കിടുന്നത്? അവൾ ചിരിയോട് പറഞ്ഞു. അത് കേട്ട് ദേവന്റെ ചുണ്ടുകളിൽ ഒരു മങ്ങിയ ചിരി വിരിഞ്ഞു. ആയുഷ്മാൻ, നീ എന്തിനാണ് മറഞ്ഞിരിക്കുന്നത്? എന്റെ പ്രണയത്തെ എന്തേ നീ നിരസിക്കുന്നു? നിന്നിലേക്കുള്ള വഴി അറിയാതെ അലയുകയാണ് ഞാൻ. വഴിയിൽ തളർന്നു വീഴുമോ എന്ന് വല്ലാതെ ഭയപ്പെടുന്നു. എനിക്ക് എത്തിച്ചേരേണ്ടത് നിന്നിലേക്കാണ് മഹാദേവ. ഭൂതഗണങ്ങൾ കാവൽ നിൽക്കുന്ന നിന്റെ കൈലാസത്തിലേക്ക്. ഈ സതിക്ക് വഴി കാണിക്കൂ ദേവാ. നിന്റെ അടയാളം എന്നിലൊരു ചങ്ങലയായി ചുറ്റും മുന്നേ. ഒരിക്കലെങ്കിലും ഈ ആരാധികയുടെ പ്രാർത്ഥന കേൾക്കൂ.
ആവണിയുടെ മെസ്സേജ് വായിച്ച് ആയുഷ്മാൻ കണ്ണുകൾ അടച്ചു. ഈശ്വര, ഈ കുട്ടിയെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? അവൻ സ്വയം പറഞ്ഞു. വിധിയുണ്ടെങ്കിൽ വിധിയുടെ നിശ്ചയം നടക്കട്ടെ. മറുപടി അയക്കാതിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അതിനുള്ള കാരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹേയ് ആയുഷ്മാൻ! വിളി കേട്ട് ആയുഷ് അതിശയത്തോടെ തിരിഞ്ഞു നോക്കി. ദൂരെ നിന്നും ആവണി പാടത്തിന്റെ വരമ്പിലൂടെ നടന്ന് അവനോടടുത്ത് പാടത്തിനും മരച്ചീനി തോട്ടത്തിനും ഇടയിലൂടെ ഒഴുകുന്ന ചെറിയ തോടിന്റെ അരികിലായി തെങ്ങോലകൾ ഇഴനീത നിഴലിൽ വന്നിരുന്നു. എന്റെ ഈ പേര് നീ എങ്ങനെ അറിഞ്ഞു? എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഞെട്ടലിൽ അവൾ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. എന്തോന്ന്? അല്ല, ഇങ്ങനെ ഒരു പേരുണ്ടോ ഇയാൾക്ക്? അങ്ങനെ പേരൊന്നുമില്ല, എന്റെ ഫ്രണ്ട്സ് എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്. ഓ, ഞാൻ വെറുതെ അങ്ങനെ വിളിച്ചെന്നേ ഉള്ളൂ. അവൾ ഒരു പരീക്ഷണം നടത്തിയതാണെന്ന കാര്യം അവനോട് മറച്ചു വെച്ചു. അവനും അവൾക്ക് അരികിലായി എങ്കിലും അല്പം അകലമിട്ട് ആ അരുവിയുടെ കരയിൽ സ്ഥാനം പിടിച്ചു. എനിക്കിവിടെ ആരെയും തന്നെ പരിചയമില്ല. നിന്നെയാണ് ആകെ കൂടെ അറിയുന്നത്. വന്നിട്ടിപ്പോ 1 വീക്ക് ആവുന്നു. കട്ട ബോറായിരുന്നു. തിരിച്ചു പോയാലോ എന്ന് കരുതിയതാ. അപ്പോഴാ തന്നെ കൂട്ടുകിട്ടിയത്. ഇന്നലെ കണ്ട ആവണി ആയിരുന്നില്ല ഇന്ന് അവന്റെ മുന്നിൽ. എന്താ ഒരു ഉത്സാഹമില്ലാതെ? എന്നെ ഫ്രണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാട്ടോ. ഹേയ്, അങ്ങനൊന്നുമില്ല. ഫ്രണ്ട്സ്. അവൾ കൈ നീട്ടി. അവൻ ആ കൈ പിടിച്ചു. പച്ച തെങ്ങോലയിൽ ഊയലാടി വാലിന് നീളമുള്ള ആവണിക്ക് പേരറിയാത്ത ഒരു കിളി ചിലിച്ചുകൊണ്ട് പുതിയൊരു സൗഹൃദത്തിന് ആശംസകൾ നേർന്നു. തങ്ങളുടെ വഴി തടഞ്ഞത് ആരടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് കറുകറുത്ത കട്ടുറുമ്പുകൾ പോയ വഴിയെ ആവണിയെ നുള്ളി നോവിച്ചു. അവൾ ഒരു സോറി പറഞ്ഞ് കൈത്തോടിന്റെ എതിർവശത്തേക്ക് കടന്നിരുന്നു. ആയുഷ് കാലുകൾ വെള്ളത്തിൽ നനച്ച് വെറുതെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഇയാളായിരിക്കുമോ ആയുഷ്മാൻ? ഒരു വിളിപ്പേര് വെച്ച് ഒന്നും ഉറപ്പിക്കാനാവില്ല. ആയുഷ്മാന്റെ എഴുത്തുകളും ഇവന്റെ ക്യാരക്ടറും എന്തോ അവൾക്ക് മാച്ച് ആവുന്നതായി തോന്നിയില്ല. പ്രണയം പോയിട്ട് ഒരു സൗഹൃദം പോലും അപ്പോൾ അവൾക്ക് അവനോട് തോന്നിയില്ല. എന്തോ ഒരു നിരാശ അവളിൽ നിറഞ്ഞു. അത് മനസ്സിലാക്കി അവൻ വീണ്ടും ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? എന്തോ ഒരു കുറവ് ദേവേട്ടനില്ലാത്ത പോലെ. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. ദേവനാണല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? എനിക്ക് തോന്നി നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. അവളുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതെന്നെ, ദേവേട്ടനില്ലാതെ ഭയങ്കര ബോറാ. ദേവേട്ടനുണ്ടെങ്കിൽ ചുറ്റും ഒരുപാട് പേരുള്ളതുപോലെയാ. ചുറ്റും ഒരുപാട് നിറങ്ങളും സുന്ദരമായ സംഗീതവും മധുരമുള്ള കിനാക്കളും. അവൾ ചുണ്ടുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവന് തോന്നി. അവൻ മനോഹരമായ നിഷ്കളങ്കത തുളുമ്പുന്ന അവളുടെ വർത്തമാനം കൗതുകത്തോടെ കേട്ടിരുന്നു. ഇടയ്ക്കൊക്കെ മൂളുകയും അവളുടെ പൊട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. പതിയെ പതിയെ അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളുണ്ടായി. ഭൂലോകത്തിനു മുകളിലുള്ള പലതിനെക്കുറിച്ചും അവർ പല വിഡ്ഢിത്തങ്ങളും ആധികാരികതയോടെ സംസാരിച്ചു. പരസ്പരം കളിയാക്കിയും കഥ പറഞ്ഞും അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. നഗരത്തിന്റെ അഹന്തയിലും വേഗതയിലും ജീവിച്ചു ശീലിച്ച അവന് നാട്ടിൻപുറത്തിന്റെ നൈർമല്യതയായി അവൾ. വീട്ടിൽ വന്നിട്ടില്ലല്ലോ, എന്റെ കൂടെ വാ. വേണ്ട, പിന്നൊരിക്കലാവാം. അവൾ മുഖം വീർപ്പിച്ചു. അവളുടെ ആ നിഷ്കളങ്കത അവന്റെ ഹൃദയത്തിൽ പനിനീർ തൂവി. പിണങ്ങണ്ട, ഞാൻ വരാം. അവന്റെ സമ്മതം കേട്ട് അവളുടെ മുഖത്ത് തെളിഞ്ഞ പനിനീർ പൂവിന്റെ ഗന്ധം അവന്റെ മുഖത്തും സുഗന്ധം പരത്തി. പാടത്തുകൂടി കടന്ന് തെങ്ങിൻ തോപ്പ് ചുറ്റി ഇടവഴിയിലൂടെ അവർ തറവാട്ടിലേക്ക് നടന്നു. വഴിയെ മുഴുവനും അവൾ കിലുക്കാംപെട്ടി പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. അറിയാതെ അവന്റെ മനസ്സിലേക്ക് അവൾ ചേക്കേറുകയായിരുന്നു. അവർ മുറ്റത്തേക്ക് കയറിയപ്പോഴേ കണ്ടു അമ്മാമ്മയും അച്ഛനും ഉമ്മർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആവണി അവനെ അവർക്ക് പരിചയപ്പെടുത്തി. തിരിഞ്ഞു നോക്കി ആവണി കണ്ടു വാതിൽക്കലായി നിൽക്കുന്ന ദേവനെ. ഇന്നോളം തനിക്ക് നേരെ കണ്ടിട്ടില്ലാത്ത വിധം കത്തുന്ന മിഴികളോടെയും ഇഷ്ടക്കേടോടെയും ദേവൻ. അടുത്ത നിമിഷം അവന്റെ ഭാവമാറ്റത്തിന്റെ കാരണം ആയുഷാണെന്ന്, അവനോടുള്ള സൗഹൃദമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ദേവന്റെ ആ മാറ്റം അവൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവളുടെ മുഖം മങ്ങിയതും നെഞ്ചു പിടയുന്നതും അവൻ അറിഞ്ഞു. അവളിലെ ആ മാറ്റം അവനെയും സങ്കടപ്പെടുത്തി. അവളുടെ കണ്ണ് നിറയുമോ എന്ന് ഭയന്ന് അവൻ ഒരു ചിരി വരുത്തി. ആയുഷിന്റെ അടുത്തേക്ക് ചെന്ന് വിഷ് ചെയ്തു. അവനെ ഒരു നിമിഷം അവരെ നോക്കി നിന്ന് അകത്തേക്ക് പോയി. ആയുഷ് ഇറങ്ങിയപ്പോഴും നല്ല പയ്യൻ എന്ന സർട്ടിഫിക്കറ്റ് തറവാട്ടിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു.
പോവാൻ നേരം അവൻ ആവണിയെ കാണാഞ്ഞ് തിരിഞ്ഞു എങ്കിലും അവൾ പുറത്തേക്ക് വന്നില്ല. പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കി ആ മുഖം അവിടെ ഉണ്ടോ എന്ന്. എന്നാൽ അവന്റെ ആ നോട്ടം ഇഷ്ടപ്പെടാതെ 2 കണ്ണുകൾ ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. ആവണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 നയനങ്ങൾ, ദേവന്റെ ആ വിടർന്ന കലിപ്പൻ നയനങ്ങൾ. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും ആ നയനങ്ങളിൽ ഭയം കൂടുകൂട്ടാൻ തുടങ്ങി. കരിയിലകൾ ചിതറിക്കിടന്ന കൽപ്പടവിൽ ദേവന്റെ തോളിൽ ചാരി അവൾ ഇരുന്നു. ഈറൻ മാറാത്ത അവളുടെ നീണ്ട മുടിയിഴകളിൽ നിന്നും ഇറ്റുവീഴുന്ന ജലകണങ്ങൾ അവന്റെ ഷർട്ടിനെ നനവേൽപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാം ദേവേട്ടൻ എന്നോട് ദേഷ്യമായി എന്ന്. അവളുടെ ശബ്ദം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. എനിക്ക് പേടിയാ, നീ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടുമോ എന്ന്. എനിക്ക് പേടിയാ. ദേവേട്ടനുള്ളപ്പോ എനിക്ക് എന്ത് ആപത്ത് വരാനാ? അവൻ മൗനം പാലിച്ചു. ദേവേട്ടൻ എന്നോട് ദേഷ്യം കാണിക്കരുത്, പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവൾ തന്റെ കൈ അവന്റെ കൈയിലൂടെ വട്ടം പിടിച്ച് മുഖം അവന്റെ കൈയിൽ അമർത്തി. പിന്നെ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. ഇല്ല ഇല്ല, അവന്റെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു. എവിടെയോ വായിച്ചതാണ്, എല്ലാം വിധിയാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് എന്താണ് അർത്ഥം? വിധിയുടെ പുസ്തകത്തിൽ ചില താളുകളിലെ വിധിവാചകം ഇങ്ങനെയാണ്: ആസ് യു വിഷ്. നിന്റെ കാര്യത്തിൽ എനിക്കുള്ള വിധിവാചകവും അതുതന്നെയാണ് ആയുഷ്മാൻ. എന്റെ ഇഷ്ടം, നിന്നെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ആവണിയുടെ മറുപടി കണ്ട ആയുഷ്മാൻ സ്വയം പറഞ്ഞു, അതെ, നീ എന്നെ കണ്ടെത്തുക തന്നെ ചെയ്യും. ആ നിമിഷത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് ആവണി.